യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ATM CR ട്രേഡിൻ്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടോപ്പ് ഡൗൺ അനലൈസ് ചെയ്ത ശേഷം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തതെന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു വീക്ക്ലി ടൈം ഫ്രെയിംസിലെ ഒരു ലാസ്റ്റ് ഡിമാൻഡാണ്. അവിടെ റിയാക്ട് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കറൻ്റ് മേലോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വീക്ക്ലി FVGയിലാണ് നമ്മളുള്ളത്. അതിന് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ഡെയിലി FVGന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് താഴോട്ടേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡെയിലി FVG ആണ്. ഓക്കെ, ഡെയിലി ബുള്ളിഷ് FVG ആണ്. ഇത് ഒരു വട്ടം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. പ്രൈസ് ഇവിടെ ഈ ഒരു FVG ഫോം ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് അവിടുന്നൊരു റിയാക്ഷൻ ആൻഡ് എഗെയിൻ പ്രൈസ് തിരിച്ചു വന്ന സമയത്ത് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിയാക്ഷൻ. ഓക്കെ, ശേഷമാണ് നമുക്ക് ഈ ഒരു ഡെയിലി സപ്ലൈ FVGയിൽ വന്നു. പ്രൈസ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് 900 FVG ഇൻവേഴ്സായി. പിന്നെ അത് ടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴോട്ടേക്ക് വന്നു. അഗെയിൻ നമ്മുടെ ഈ ഒരു ഡെയിലി FVG പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ ദിവസം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ടാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ലിക്വിഡിറ്റി ആയിട്ട് പ്രീവിയസ് ഡേൻ്റെ ലോ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് റാൻഡംലി ആ സോൺ ടാപ്പ് ചെയ്ത സമയത്ത് കൺസിഡർ ചെയ്തതല്ല. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി ഉണ്ടായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തോടെ പിന്നീട് 1 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ അവിടുത്തെ ഒരു ഡയറക്ഷൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ലോ എടുത്ത ശേഷം ഓക്കെ നമുക്ക് അവിടെ ഒരു പ്രൈസ് ഒരു ബുള്ളിഷ് FVG ഇൻവേർഷൻ. ഓക്കെ, ലാസ്റ്റ് ബിയറിഷ് FVG എന്ത് ചെയ്തു, പ്രൈസ് ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് അതിനെ ഇൻവേർഷൻ FVG ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇൻവേർഷൻ നടക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങോട് കൂടിയിട്ടാണ്. ദെൻ അത് ഹോൾഡ് ചെയ്തു, പ്രൈസ് എന്ത് ചെയ്തു, വീണ്ടും ഒരു സ്ട്രോങ് പുഷ് മേലോട്ടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയും വീണ്ടും ഇവിടെ നമുക്കൊരു FVG. ഓക്കെ, 1 hour ബുള്ളിഷ് FVG നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു FVGയിൽ നിന്നായിരുന്നു ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, അവിടെ ATM ട്രേഡ് എടുത്തിട്ടുണ്ടായത്. സോ നമ്മളവിടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ATM ലോ, ഇതാണ് നമ്മൾ ATM ക്യാൻഡിൽ കേട്ടോ, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ATM ക്യാൻഡിൽ നമ്മൾ ഹൈ ലോ മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റേഷൻ ATM ലോ ടേക്ക് ചെയ്ത് പ്രൈസ് ATM ഹൈ ടാർഗറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഇതും നമുക്കൊരു ലിക്വിഡിറ്റി ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യും എന്നായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി 1 minute ടൈം ഫ്രെയിമിൽ അവിടെ പ്രൈസ് വന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കൺഫർമേഷൻ തന്നത് എന്ന് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ സോ നമ്മൾ ATM ലോ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. ലെറ്റ്സ് സീ. ഇവിടെ ATM ലോ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ATM ലോ ടേക്ക് ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഒരു കീ ലെവൽ FVG പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് FVG ഇവിടെ കാണാം. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ബിയറിഷ് FVG ആണിത്. ഓക്കെ, സോ ഈ ബിയറിഷ് FVG ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കൺഫർമേഷൻ ആണ്. ദെൻ ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് CAST ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. കാണാൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് FVG ഇൻവേർഷൻ ഈ ഒരു ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത് അടുത്ത ക്യാൻഡിൽ ഓപ്പണിങ്ങിലാണ്. ഓക്കെ, ലോങ്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ്ങിൽ നമ്മൾ ലോങ് എടുത്തു, സ്റ്റോപ്പ് ലോസ് ബിലോ. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ATM ഹൈ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ.
ഓണായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് താഴെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ്ങിലാണ് എൻട്രി എടുത്തത്. അതിന് ശേഷം പ്രൈസ് നമ്മൾ ആ ഒരു സോൺ ടെസ്റ്റ് ചെയ്യാനും വന്നിട്ടുണ്ട്, കാണാൻ കഴിയും. ഓക്കെ, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു മൂവ്മെൻറ്റ് നമുക്ക് മേലോട്ടേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ATM ഹൈ ആൻഡ് മുകളിലുള്ള ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് ടേക്ക് ചെയ്തു. സോ ഇതായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡാണ്. ഓക്കെ, നമുക്കറിയാലോ ഈ ഒരു ATM CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഇപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു US 100 അല്ലെങ്കിൽ ഇൻഡീസസ് ഇപ്പോൾ കുറച്ച് ഒരു ഓൾ ടൈം ഹൈസിലാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ പോയിട്ട് റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലൈക്ക് ഒരു റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗോൾഡിലോ അല്ലെങ്കിൽ കറൻസിയിലോ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഒരു എടുത്ത റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ തന്നെ പോയിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഗോൾഡിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഗോൾഡും അതുപോലെ GU EU. ഓക്കെ, ഇതിലാണ് ഞാൻ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേക്കിംഗ് മണി. ഓക്കെ, സോ അത് ഏത് പെയറിലായി കഴിഞ്ഞാലും നമുക്കൊരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ എഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ട്രേഡ്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.